ഹലോ എരിവൺ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ സെമസ്റ്റർ 3 മെഷീൻ ടൂൾ 3023 എന്ന സബ്ജക്ട് കോഡിൽ വരുന്ന സബ്ജക്റ്റിന്റെ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ഏതാനും ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ മൊഡ്യൂളിൽ അതിന്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യനുകൾ ഏതൊക്കെയാണ് എന്നിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ സെക്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മെഷീൻ കട്ടിംഗ് എന്താണെന്ന്, മെഷീൻ കട്ടിംഗ് ചെയ്തെടുക്കുന്ന കട്ടിംഗ് പ്രോസസ്സുകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതിന്റെ ഏതൊക്കെയാണ് ഈ ഓർത്തോഗണൽ ഒബ്ലിക് കട്ടിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ അതിന്റെ പ്രോപ്പർട്ടീസ്, ഒരു നല്ലൊരു കട്ടിംഗ് ടൂളിന് വേണ്ടിയിരിക്കുന്ന പ്രോപ്പർട്ടീസ് എന്താണ്, അതിന്റെ നോമൻക്ലേച്ചർ, അതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാന്നുള്ള കാര്യങ്ങൾ. അതേപോലെ ഈ ടൂൾ ആയിട്ട് ബന്ധപ്പെട്ട് ടൂൾ ലൈഫ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഈ ടൂൾ ലൈഫ് എങ്ങനെ കണ്ടുപിടിക്കാം, എന്താണ് ടൂൾ ലൈഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ലെയ്ത്ത് മെഷീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മെഷീൻ ടൂൾ എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഓരോ മെഷീനും ആണ് ഓരോ മൊഡ്യൂളിലായിട്ട് ഡിസ്കസ് ചെയ്തു പോകുന്നത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ ലെയ്ത്ത് മെഷീൻ എന്നൊരു മെഷീനെ പറ്റിയും അതിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ലെയ്ത്ത് ഓപ്പറേഷൻസ്, അതിന്റെ ഭാഗങ്ങൾ, ലെയ്ത്ത് മെഷീന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഈ ലെയ്ത്ത് മെഷീൻ എങ്ങനെയാണ് സ്പെസിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ഏതാനും ക്വസ്റ്റ്യനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നെയിം ദ ടൈപ്പ് ഓഫ് ചിപ്പ് ഫോമിംഗ് വൈൽ മെഷീനിങ് വിത്ത് ഡക്റ്റൈൽ മെറ്റീരിയൽ. ഡക്റ്റൈൽ മെറ്റീരിയൽ മെഷീൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്യുന്ന ചിപ്പ് ഏതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടിൽ മെറ്റീരിയൽ മെഷീൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ചിപ്പ് ഏതാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു മെഷീൻ കട്ടിംഗ് എന്നുള്ള പ്രോസസ്സ് വരികയാണെങ്കിൽ, മെഷീൻ കട്ടിംഗ് പറഞ്ഞ പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കയ്യിലൊരു വർക്ക് പീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെറ്റൽ പീസ് ഉണ്ട്. ആ മെറ്റലിൽ നിന്ന് എക്സസ് ആയിട്ട് വരുന്ന മെറ്റീരിയലിനെ നമ്മൾ ചിപ്പ് രൂപാന്തരം നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഡിസൈർഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ ആണെങ്കിൽ ആ ഒരു പരിപാടിക്കാണ് നമ്മൾ മെറ്റൽ കട്ടിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു മെറ്റൽ കട്ടിംഗ് എന്ന പരിപാടി നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വർക്ക് പീസിനെ കാട്ടി ഹാർഡ്നെസ് കൂടിയ ടൂൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കട്ടിങ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ചിപ്പ് രൂപാന്തരം നമ്മൾക്ക് ഈ എക്സസ് ആയിരിക്കുന്ന മെറ്റലിൽ കട്ട് ചെയ്യുമ്പോൾ ഈ ഉണ്ടാവുന്ന ചിപ്പുകൾക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്, നമുക്ക് ലെങ്ത് വൈസ് ആയിട്ട് യാതൊരു രീതിയിലുള്ള ബ്രേക്കേജും വരാതെ വരുന്ന ചിപ്പിനെ നമ്മൾ കണ്ടിന്യൂസ് ചിപ്പ് എന്നും, അല്ലാത്ത രീതിയിൽ ബ്രേക്ക് ഡൗൺ ആവുന്ന രീതിയിൽ ചിപ്പ് ഫോം ചെയ്യുന്നതിന് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് എന്നും, ഇനി കണ്ടിന്യൂസ് ചിപ്പിനെ പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിൽ കണ്ടിന്യൂസ് ചിപ്പ് വിത്ത് BUD ബിൽഡ് അപ്പ് എഡ്ജ് എന്ന രീതിയിൽ വരുന്ന ടൈപ്പ് ഓഫ് ചിപ്പുകളും നമുക്ക് മെഷീനിങ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ടൈപ്പ് ഓഫ് ചിപ്പുകൾ ഫോം ചെയ്യുന്നത് നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ വ്യത്യസ്ത ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതിൽ നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയലുകൾ, സ്റ്റീൽ പോലുള്ള ഡക്റ്റൈൽ മെറ്റീരിയലുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഫോം ചെയ്യുന്നത് കണ്ടിന്യൂസ് ചിപ്പാണ്. ഇനി ബ്രിട്ടിൽ മെറ്റീരിയൽ, നമ്മൾ കാസ്റ്റേൺ പോലുള്ള മെറ്റീരിയലൊക്കെ മെഷീനിങ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ചിപ്പാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ ടൈപ്പ് ഓഫ് ചിപ്പ് ഏതാണ്, ഏതൊക്കെ മെറ്റീരിയൽ ഏതൊക്കെ രീതിയിലുള്ള ചിപ്പുകൾ ഫോം ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നെയിം എനി 2 ടൈപ്പ് ഓഫ് ലെയ്ത്ത്. നമുക്ക് ലെയ്ത്ത് മെഷീൻ പറഞ്ഞ ഒരു മെഷീനെ പറ്റി ഈ സെക്ഷന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ലെയ്ത്ത് മെഷീന്റെ ഫിഗറുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ വ്യത്യസ്ത രീതിയിലുള്ള ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള അപ്ലിക്കേഷൻസിന്, വ്യത്യസ്ത രീതിയിലുള്ള വർക്കിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള ലെയ്ത്ത് മെഷീനുകൾ അവൈലബിൾ ആണ്. അതിന്റെ ടൈപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബെഞ്ച് ലെയ്ത്ത്, ബെഞ്ചിൽ മോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെഞ്ച് ലെയ്ത്തുകൾ ഉണ്ട്. ടററ്റ് ലെയ്ത്ത്, സ്പീഡ് ലെയ്ത്ത്, എഞ്ചിൻ ലെയ്ത്ത്, ടൂൾ റൂം, ഭയങ്കര അക്യുറേറ്റ് ഉള്ള അപ്ലിക്കേഷൻസ് വരുന്ന ടൂൾ റൂം ലെയ്ത്ത്, CNC, ഒരു കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോളിനോട് സഹായത്തോടു കൂടി ചെയ്യുന്ന ലെയ്ത്ത് മെഷീൻ നമ്മൾ CNC ലെയ്ത്ത് എന്ന് പറയാം. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ടൈപ്പ് ഓഫ് ലെയ്ത്തുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ലെയ്ത്തിന്റെ കാര്യം മനസ്സിലാക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് കട്ടിംഗ് പ്രോസസ്സിനെ നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞിരുന്നു, ഓർത്തോഗണൽ കട്ടിങ്ങും ഒബ്ലിക് കട്ടിങ്. സിലബസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു പോയതാണ്. ഈ കട്ടിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള കട്ടിംഗ് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പൊ അതിന് ഒരു ചെറിയൊരു ഐഡിയ തരാം. നമുക്ക് മെറ്റൽ അല്ലെങ്കിൽ വർക്ക് പീസ് നമ്മുടെ കയ്യിലുണ്ട്. ആ വർക്ക് പീസിന്റെ മുകളിൽ നമുക്കൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചിപ്പ് രൂപേന്ദ്രം നമുക്ക് എന്താ കട്ടിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ള ഒരു കാര്യം മെഷീൻ കട്ടിങ്ങിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു വർക്ക് പീസും ഈ കട്ടിംഗ് ടൂളും എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കട്ടിംഗ് പ്രോസസ്സിനെ നമുക്ക് ഈ രണ്ട് രീതിയിൽ പറയാൻ പറ്റും, ഓർത്തോഗണൽ കട്ടിങ്ങും ഒബ്ലിക് കട്ടിങ്ങും.
ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പീസിനെ 90 ഡിഗ്രി ആയിട്ട് നമ്മൾ ടൂൾ വെച്ചുകൊണ്ട് ചിപ്പ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ മെഷീനിങ് ചെയ്തെടുക്കുന്നത്. അങ്ങനത്തെ കട്ടിംഗ് പ്രോസസ്സിനാണ് നമ്മൾ ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറഞ്ഞത്. ഇനി 90 അല്ലാതെ മറ്റൊരു ആംഗിളിലാണ് നമ്മൾ വർക്ക് പീസും ടൂളും വെച്ചുകൊണ്ട് മെഷീനിങ് ചെയ്തെടുക്കുന്നതെങ്കിൽ അങ്ങനത്തെ കട്ടിങ്ങിനെയാണ് നമ്മൾ ഒബ്ലിക് കട്ടിംഗ് എന്ന് പറഞ്ഞത്. ഈ ഓർത്തോഗണൽ കട്ടിങ്ങിൽ നമ്മൾ ഉണ്ടാവുന്ന ചിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂളിന്റെ ഫേസിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിരിക്കും അത് എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്ത് പോകുന്നത്. എന്നാൽ ഒബ്ലിക് കട്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഫോം ചെയ്യുന്ന ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂളിന്റെ സൈഡ് വൈസ് ആയിരിക്കും ഈ ചിപ്പ് ഫ്ലോ ചെയ്ത് പോകുന്നത്. ഇനി ഓർത്തോഗണൽ കട്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഓർത്തോഗണൽ കട്ടിങ്ങിൽ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഒരു ടൂൾ ജിയോമെട്രി വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഇതിന് നമ്മൾ 2D കട്ടിംഗ് കൂടി ഓർത്തോഗണൽ കട്ടിങ്ങിൽ പറയാറുണ്ട്. കമ്പാരിറ്റീവ്ലി ഇതിന്റെ കട്ടിംഗ് ടൂളും വർക്ക് പീസും തമ്മിൽ വളരെ ചെറിയ രീതിയിലുള്ള കോണ്ടാക്റ്റേ വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ മെഷീനിങ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വർക്ക് പീസിന് മുകളിലും ടൂളിന് മുകളിലും നല്ല രീതിയിലുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന സർഫസ് ഫിനിഷ് പറഞ്ഞാൽ വളരെ ലോ ആയിരിക്കും, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി റഫ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും ചെയ്തെടുക്കാൻ സാധിക്കുക. ഇനി ഒബ്ലിക് കട്ടിങ്ങിന്റെ കേസിൽ വരികയാണെങ്കിൽ നമ്മൾ 3D കട്ടിംഗ് എന്നുള്ള രീതിയിൽ പറയാണ്ട് ഇതിന്റെ ടൂൾ ജിയോമെട്രി ഭയങ്കര കോംപ്ലക്സ് ആണെങ്കിൽ പോലും ഇത് കട്ടിംഗ് ടൂളും വർക്ക് പീസും തമ്മിലുള്ള ഒരു നല്ല രീതിയിലുള്ള കോണ്ടാക്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് ഇതിൽ വരുന്ന ഹീറ്റ് ജനറേഷനും വളരെ രീതിയിൽ കുറവായിരിക്കും. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വളരെ രീതിയിലുള്ള സ്മൂത്തും അല്ലെങ്കിൽ ബെറ്റർ സർഫസ് ഫിനിഷ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പൊ ഈ ഓർത്തോഗണൽ കട്ടിങ്ങും ഒബ്ലിക് കട്ടിങ്ങിന്റെ കമ്പാരിസൺ വളരെ രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. അതിന്റെ ഫിഗർ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ. നമ്മൾ പറഞ്ഞു ഒരു മെറ്റൽ ഉണ്ട്, മെറ്റൽ നമ്മൾ കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചിപ്പ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഷേപ്പ് മാറ്റിയെടുക്കുന്ന പ്രോസസ്സാണ് കട്ടിംഗ് ടൂൾ എന്ന് പറഞ്ഞത്. ആ കട്ടിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞത് ആ കട്ടിംഗ് പ്രോസസ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളിന് വേണ്ടിയിരിക്കുന്ന ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ബേസിക്കലി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന വർക്ക് പീസിനെ കാട്ടി ഹാർഡ്നെസ് കൂടിയ വർക്ക് പീസ് മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ കട്ടിംഗ് ടൂൾ ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളിന്റെ ഹാർഡ്നെസ്സും വിയർ റെസിസ്റ്റൻസും വളരെ കൂടുതലായിരിക്കണം. അതേപോലെ തന്നെ ടഫ്നെസ് വാല്യൂ, ഏതെങ്കിലും രീതിയിലുള്ള ബ്രേക്കേജ് റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി, അതിന് സ്ട്രെങ്ത്, ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. ഇനി മറ്റൊരു കാര്യം പറയുന്നത് ഇതിന്റെ സ്ട്രെങ്ത്തും നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. ഏത് ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രെങ്ത് ആയിരിക്കണം ഈ ഒരു കട്ടിംഗ് ടൂളിന് വേണ്ടത്. ഇനി നോൺ ഡീഫോമബിൾ ക്യാരക്ടർ ആയിരിക്കണം. എന്താണ് നോൺ ഡീഫോമബിൾ ക്യാരക്ടർ? ഏതെങ്കിലും രീതിയിലുള്ള ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ബ്രേക്ക് ഡൗൺ ആവാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഷേപ്പ് ചേഞ്ച്, നമ്മൾ ഉള്ള ഷേപ്പ് എന്തെങ്കിലും രീതിയിലുള്ള ഷേപ്പോ സൈസോ മാറുന്നതിനാണ് നമ്മൾ ഡീഫോമബിൾ എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഡീഫോമബിൾ ആവാത്ത രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറുള്ള ആളായിരിക്കണം നമ്മളെ കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നല്ല കെമിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ഒരു രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ട് കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയലിന് ഡാമേജ് വരാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത്രയും കെമിക്കൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂൾ മെറ്റീരിയലിന്റെ വേണ്ടത്. അതേപോലെ തന്നെ അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി, നല്ല രീതിയിൽ ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യും ടൂളിന്റെ കേസിലായാലും അതേപോലെ തന്നെ വർക്ക് പീസിന്റെ കേസിലായാലും. ഈ ടൂളിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഹീറ്റിനെ സിമ്പിൾ ആയിട്ട് ഡിസിപ്പിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹീറ്റ് കണ്ടക്ടിവിറ്റി കൂടുതലുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അത്രയും രീതിയിലുള്ള ഹീറ്റ് ഡിസിപ്പിയേഷൻ അവിടെ സുഖമായിട്ട് നടക്കുകയും നമുക്ക് വർക്ക് പീസിനും ടൂളിനും വലിയ രീതിയിൽ ഡാമേജ് ഇല്ലാതെ നമുക്ക് കട്ടിംഗ് ഓപ്പറേഷൻസ് സ്മൂത്ത് ആയിട്ട് സർഫസ് ഫിനിഷ് കിട്ടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു വർക്ക് പീസ് ആയിരിക്കണം, അല്ലെങ്കിൽ കട്ടിംഗ് ടൂൾ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ലോവർ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളിന് വേണ്ടത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളൊരു കട്ടിംഗ് ടൂൾ മെറ്റീരിയലിന് വേണ്ടിയിരിക്കുന്ന ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കൊരു ടൂൾ ലൈഫ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പ്രോബ്ലം തന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് കട്ടിംഗ് ടൂളിന്റെ കേസിൽ നമ്മളൊരു കാര്യം പറഞ്ഞത് ടൂൾ ലൈഫ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്താണ് ഈ ടൂൾ ലൈഫ് ആയിട്ടുള്ള ടേം പറയുന്നത്? ടൂൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിലുള്ളൊരു കട്ടിംഗ് ടൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കട്ടിംഗ് ടൂളിന്റെ കട്ടിംഗ് പോയിന്റ് ഷാർപ്പൺ ചെയ്തിട്ട് നമ്മൾ മെഷീനിങ് ചെയ്തു. എപ്പോഴാണോ അതിന്റെ ഷാർപ്നെസ് പോകുന്നത് അതുവരെ എടുക്കുന്ന അതിന്റെ ടൈം പീരീഡിനെയാണ് നമ്മൾ കട്ടിംഗ് ടൂൾ ലൈഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ മിനിറ്റ്സിലാണ് കൂടുതലായിട്ട് പറയുന്നത്. ആ ടൂൾ ലൈഫ് കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട്
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ടൈലർ ടൂൾ ലൈഫ് ഇക്വേഷൻ പറഞ്ഞത്. ആ ടൈലർ ടൂൾ ലൈഫ് ഇക്വേഷൻ പറഞ്ഞത് ഈ കാണിച്ചിരിക്കുന്നതാണ് വി ഇൻറ്റു ടി റേസ് ടു എൻ സിക്കൽ ടു സി എന്നതാണ് ആ ഇക്വേഷൻ വരുന്നത്. വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളിന്റെ കട്ടിംഗ് സ്പീഡാണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ ലൈഫ് ആണ്. എന്നും സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈറ്റാനിയം കാർബൈഡ് ടൂൾ ഉണ്ട് വിത്ത് എൻ സിക്കൽ ടു 0.5 സി സിക്കൽ ടു 400. എന്നിന്റെയും സിന്റെയും വാല്യൂ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. എന്നിട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യം കാൽക്കുലേറ്റ് ദ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ ടൂൾ ലൈഫ് വെൻ ദ കട്ടിംഗ് സ്പീഡ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 50%. നമ്മൾ കട്ടിംഗ് സ്പീഡ് 50% കുറയ്ക്കുകയാണെങ്കിൽ എത്രത്തോളം പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് കട്ടിംഗ് ടൂൾ ലൈഫിന്റെ കേസിൽ വരുന്നു, അല്ലെങ്കിൽ അതാണ് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ട കാര്യം. അപ്പൊ ആ കട്ടിംഗ് സ്പീഡ് 50% കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ആ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ടൂൾ ലൈഫിന്റെ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ആണ് വരുന്നത് എന്നൊരു കാര്യമാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് ബി ടി റേസ് ടു എൻ സിക്കൽ ടു സി എന്നാണ് ടൈലർ ടൂൾ ലൈഫ് ഇക്വേഷൻ പറഞ്ഞത്. അതിന്റെ എന്നിന്റെ വാല്യൂം സിന്റെ വാല്യൂം ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ ആയിട്ട് പറയാം. അത് ആദ്യത്തെ ഇനീഷ്യൽ കണ്ടീഷൻ, നമ്മൾ യാതൊരു രീതിയിൽ കട്ടിംഗ് സ്പീഡിലോ റിഡക്ഷൻ ചെയ്യാത്ത രീതിയിലുള്ള കണ്ടീഷനിൽ നമുക്ക് കട്ടിംഗ് സ്പീഡ്, അതായത് കേസ് 1 എന്നുള്ള രീതിയിൽ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യൽ കണ്ടീഷൻ എന്നുള്ള രീതിയിൽ അതിന്റെ കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1, അതേപോലെ തന്നെ അവിടെ വരുന്ന ടൂൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1. ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ് 2, അതായത് നമ്മൾ കട്ടിംഗ് സ്പീഡ് 50% കുറച്ച് കഴിഞ്ഞാൽ വരുന്ന പുതിയ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2, അവിടെ വരുന്ന ടൂൾ ലൈഫ് T2. ഓക്കെ. ഈ രണ്ട് കേസിലും നമുക്കൊരു കോമൺ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കേസിലെ കട്ടിംഗ് സ്പീഡിന്റെ 50% രണ്ടാമത്തെ കേസിലെ കട്ടിംഗ് സ്പീഡ് എന്ന് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് V2 നമുക്ക് V1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയാൻ പറ്റും. അതായത് V1ന്റെ പകുതിയാണ് രണ്ടാമത്തെ കേസിൽ വരുന്ന കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറേഞ്ച് ചെയ്ത് മാറ്റാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് V1 T1 റേസ് ടു N സിക്കൽ ടു C, രണ്ടാമത്തെ കേസ് V2 T2 റേസ് ടു N സിക്കൽ ടു C എന്ന് പറയാൻ പറ്റും. ഇവിടെ സിന്റെയും എന്നിന്റെ വാല്യൂ എല്ലാം ക്വസ്റ്റ്യൻ ഗിവൺ ആണ്. ഈ സിയും രണ്ട് കേസിലുള്ള സി വാല്യൂ സെയിം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, V1 T1 റേസ് ടു N സിക്കൽ ടു V2 T2 റേസ് ടു N എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ. V1ന്റെ വാല്യൂ നമുക്ക് കൊടുക്കാം. ഇവിടെ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ഇൻറ്റു T1 റേസ് ടു N സിക്കൽ ടു V2ന്റെ ഭാഗത്ത് നമുക്ക് V1 ബൈ 2 എന്ന് കൊടുക്കാം ഇൻറ്റു T2 റേസ് ടു N എന്ന് പറയാം. ഈ V1 ഇക്വേഷൻ രണ്ട് ഭാഗത്തും സെയിം ആയതാണ്. നമുക്ക് എന്ത് ചെയ്യാം, V1 ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി T1ന് മാത്രം ഇക്വേഷൻ ഒരു ഭാഗത്തേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് T1 റേസ് ടു N ഡിവൈഡഡ് ബൈ T2 റേസ് ടു N സിക്കൽ ടു 1/2 എന്നുള്ള രീതിയിൽ എഴുതാൻ സാധിക്കും. ഇനി ഇക്വേഷൻ നമുക്ക് ഒരു രീതിയിൽ മാറ്റം വരുത്തി എഴുതാം. T1 ഡിവൈഡഡ് ബൈ T2 ഓൾ റേസ് ടു N എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 സിക്കൽ ടു 1/2 എന്ന് എഴുതാൻ പറ്റും. ഈ 0.5 നമ്മൾ സമത്തിന് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, T1 ഡിവൈഡഡ് ബൈ T2 സിക്കൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. കാരണം 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 സമത്തിന് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, റേസ് ടു 2 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും, T1 ഡിവൈഡഡ് ബൈ T2 സിക്കൽ ടു 1/4, അല്ലെങ്കിൽ 4T1 സിക്കൽ ടു T2. ഓക്കെ അല്ലേ. അപ്പൊ 4T1 T2 എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ട് ഇതിന്റെ ടൂൾ ലൈഫും തമ്മിലുള്ള റിലേഷൻ ആക്കിയിട്ട് നമുക്ക് 4T1 സിക്കൽ ടു T2 എന്നുള്ള രീതിയിൽ നമുക്കൊരു റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ്, ഇതിന്റെ ടൂൾ ലൈഫിന്റെ ചെറിയൊരു മാറ്റം വരുത്താണ്ട് ടൂൾ ലൈഫിന്റെ
പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ആണ് ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ്, അത് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ T2 മൈനസ് T1 ഡിവൈഡ് ബൈ T1 ഇൻറ്റു 100 ചെയ്താൽ മതി. ന്യൂ കണ്ടീഷൻ വരുന്ന ടൂൾ ലൈഫ് മൈനസ് ഓൾഡ് കണ്ടീഷനിൽ വരുന്ന ടൂൾ ലൈഫ് ഡിവൈഡഡ് ബൈ ഓൾഡ് കണ്ടീഷനിൽ വരുന്ന ടൂൾ ലൈഫ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ T2 പകരം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, 4T1 രീതി കൊടുക്കാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ ഒരു റിലേഷൻ ആദ്യമേ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ കട്ടിങ് സ്പീഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ടൂൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ 4T1 T2 എന്ന് കിട്ടി. അങ്ങനെ ഈ T2 ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4T1 കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും, 4T1 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 ഇൻറ്റു 100 ആയി. 4T1 ഒരു T1 കുറച്ച് എന്താ വരും, 3T1 ഡിവൈഡഡ് ബൈ T1 ഇൻറ്റു 100 ആയി. ഈ T1 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300 എന്ന് കിട്ടും. അതായത് നമുക്ക് കട്ടിംഗ് സ്പീഡ് 50% കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ടൂൾ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും, 300% ഉയർത്താൻ സാധിക്കും. ഇതാണ് നമ്മൾക്കൊരു കട്ടിംഗ് ടൂളായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്നൊരു പ്രോബ്ലം പറഞ്ഞത്. ഇത് ഈ രീതിയിലല്ല ചില ക്വസ്റ്റ്യനുകൾ ഏതെങ്കിലും രീതിയിലുള്ള 2 വാല്യൂകൾ തന്നിട്ട് മൂന്നാമത്തെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള രീതിയായിരിക്കും. ചിലപ്പോൾ കട്ടിംഗ് സ്പീഡും ടൂൾ ലൈഫും തന്നിട്ട് സീന്റെ വാല്യൂ എന്നും തന്നു കഴിഞ്ഞാൽ സീന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും. ഈ ഇതേപോലെ 2 കേസുകൾ തന്നിട്ട് ഒരു ഇവിടെ നമുക്ക് 2 കണ്ടീഷൻ തന്നു വിചാരിക്കാം. നമുക്കൊരു ഫസ്റ്റ് കണ്ടീഷനിൽ കേസ് 1 പറഞ്ഞിട്ട് ഒരു V1 ഒരു T1 തരും. അത് കഴിഞ്ഞിട്ട് കേസ് 2 ആയിട്ട് ഒരു V2 ഒരു T2 വാല്യൂ തരും. ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ അൺനോൺ ആയിരിക്കും. ബാക്കി 3 വാല്യൂ തന്നിട്ട് അതിന്റെ സിഒന്റെയും എന്നിന്റെ വാല്യൂ തന്നുകൊണ്ട് മറ്റൊരു വാല്യൂ കണ്ടുപിടിക്കാനുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഇക്വേഷൻസും അറിയാമെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യേണ്ട രീതിയും അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ടൂൾ ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലങ്ങളിലായിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി ഒന്നാമത്തെ മൊഡ്യൂളിൽ മനസ്സിലാക്കേണ്ട മറ്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ഭാഗങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാമിന് മുമ്പായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഈ പറഞ്ഞ ടിപ്പ് ഫോർമേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ടിങ് ഒബ്ലിക് കട്ടിങ്ങും ഓർത്തോഗണൽ കട്ടിങ്ങിന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, നമ്മൾ ലൈറ്റ് മെഷീനിലൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ നോമൻ ക്ലച്ചറിന്റെ ഭാഗങ്ങളെല്ലാം ഏതൊക്കെയാണ്, ഏതൊക്കെ പോയിന്റുകൾ വരുന്നുണ്ട്, അതിന്റെ ആംഗിളൊക്കെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്, അതെങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ, ഒന്നാമത്തെ മൊഡ്യൂളിൽ ലേത്ത് മെഷീനും മറ്റു കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഡ്രില്ലിംഗ് മെഷീൻ, ഷേപ്പർ മെഷീൻ, പ്ലാനർ മെഷീൻ, ഈ ടൈപ്പ് ഓഫ് മെഷീന്റെ ക്ലാസിഫിക്കേഷൻ, അതിൽ വരുന്ന ചെയ്യാൻ പറ്റുന്ന സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസുകൾ ഏതൊക്കെയാണ്, അതിന്റെ ഭാഗങ്ങൾ, അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വർക്ക് ഹോൾഡിംഗ് ടൂൾ ഹോൾഡിംഗ് ഡിവൈസുകൾ, അതേപോലെ തന്നെ ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ നോക്കി പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യനുകളും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഷേപ്പർ മെഷീന്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഷേപ്പർ മെഷീനിലെ കട്ടിംഗ് ആക്ഷൻസ് എടുക്കുന്നത് ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ കട്ടിംഗ് ആക്ഷൻസ് നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നത് ഏത് സ്ട്രോക്കിലാണെന്നുള്ള ഒരു കേസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ഷേപ്പർ മെഷീന്റെ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞത് ആ ഷേപ്പർ മെഷീനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള 2 ക്വസ്റ്റ്യനുകൾ ആദ്യം നോക്കാം. ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ആ രൂപമാണ് ഒരു ഷേപ്പർ മെഷീനിൽ വരുന്നത്. ഒരു ടേബിൾ വരുന്നുണ്ട്. ടേബിളിൽ ബേസിലായിരിക്കും നമ്മൾ ടേബിളും അതിന്റെ കോളം വെച്ചിരിക്കുന്നത്. ആ കോളത്തിന് മുകളിൽ റാം പറഞ്ഞൊരു കമ്പോണന്റ് വരുന്നുണ്ട്. ഈ റാമിന്റെ എൻഡിലായിരിക്കും നമ്മൾ കട്ടിംഗ് ടൂൾ വെച്ചിരിക്കുന്നത്. ഈ ടേബിളിന്റെ മുകളിലായിരിക്കും നമ്മളെ വർക്ക് പീസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ഈ വർക്ക് പീസിന്റെ മുകളിൽ നമ്മൾ വെച്ചിരിക്കുന്ന ടൂള് റെസിപ്രോക്കേറ്റിംഗ്, മുന്നോട്ട് ബാക്കോട്ട് എന്നുള്ള രീതിയിലുള്ള റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ വഴി നമ്മൾ വർക്ക് പീസിന്റെ മുകളിൽ നിന്ന് ചിപ്പ് രൂപേണ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെറ്റീരിയൽ റിമൂവ് ചെയ്തുകൊണ്ടാണ് ഷേപ്പർ മെഷീനിൽ നമ്മൾ മെഷീനിങ് ഓപ്പറേഷൻസ് ചെയ്തെടുക്കുന്നത്. ഇവിടുത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഷേപ്പർ മെഷീനിൽ വർക്ക് പീസ് സ്റ്റേഷനായി നിർത്തിക്കൊണ്ട് ടൂളിനെ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് ആക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ കട്ടിംഗ് ഓപ്പറേഷൻ നടത്തിയെടുക്കാൻ പറ്റുന്നത്. ഇതിൽ തന്നെ കട്ടിംഗ് ടൂളിന്റെ ഫോർവേഡ് മുന്നോട്ടുള്ള ഡയറക്ഷനിൽ മാത്രമാണ് ഇതിൽ മെഷീനിങ് അല്ലെങ്കിൽ കട്ടിംഗ് ആക്ഷൻസ് നടക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് ഷേപ്പർ മെഷീനിൽ കട്ടിംഗ് ആക്ഷൻസ്
അതിന്റെ ഫോർവേഡ് സ്ട്രോക്കിലാണ്. ഫോർവേഡ് സ്ട്രോക്ക് ഉണ്ട്, ബാക്കോട്ട് വരുന്ന റിട്ടേൺ സ്ട്രോക്കും വരുന്നുണ്ട്. അതിൽ ഫോർവേഡ് സ്ട്രോക്കിലാണ് ഇതിൽ കട്ടിങ് ആക്ഷൻസ് നടക്കുന്നത്. ഇനി ഒരു ഷേപ്പർ മെഷീനായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം സൈസ് കപ്പാസിറ്റി അല്ലെങ്കിൽ എത്രത്തോളം കപ്പാസിറ്റി അതിനുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഷേപ്പർ മെഷീന്റെ അതിന്റെ സ്ട്രോക്ക് ലെങ്തുമായിട്ട് പറയുന്നത്. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡ്രില്ലിംഗ് മെഷീനിൽ ഒരു സിലിണ്ടറിക്കൽ ഹോളിന്റെ സൈസ് എൻലാർജ്മെന്റ് ചെയ്യുന്ന ഓപ്പറേഷന് പറയുന്ന പേരെന്താണ്? നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് പൊതുവെ അറിയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെഷീനാണ് ഡ്രില്ലിംഗ് മെഷീൻ. നമുക്ക് ഇതിന് രീതിയിലുള്ള ഹോൾസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഷീൻ ചെയ്തെടുക്കുന്ന ഒരു ഓപ്പറേഷൻ ചെയ്തെടുക്കുന്ന മെഷീനാണ് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞത്. പല ടൈപ്പിലുള്ള സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ, പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ, ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത അപ്ലിക്കേഷൻസ് വ്യത്യസ്ത വർക്ക് പീസിന്റെ സൈസ് അനുസരിച്ച് ഡ്രില്ലിംഗ് മെഷീനെ നമുക്ക് കാറ്റഗറി ചെയ്യാൻ സാധിക്കും. അതിൽ വരുന്ന ഒരു ഓപ്പറേഷൻസ് ആണ് നമുക്ക് പറയുന്ന കൗണ്ടർ ബോറിംഗ് പറഞ്ഞ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. ഈ കൗണ്ടർ ബോറിംഗ് പറഞ്ഞ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ഹോളിന്റെ സൈസ് എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡ്രില്ലിംഗ് പ്രോസസ് ആണ് നമ്മൾ എന്ത് പറഞ്ഞത്? കൗണ്ടർ ബോറിംഗ് പറഞ്ഞത്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രില്ലിംഗ് മെഷീൻ ഓപ്പറേഷൻ യൂസ്ഡ് ടു എൻലാർജ് ദ എൻഡ് ഓഫ് ദ ഹോൾ സിലിണ്ടറിക്കലി ഈസ് കോൾഡ് കൗണ്ടർ ബോറിംഗ്. ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഹോളിന്റെ സൈസ് എൻലാർജ് ചെയ്യുന്ന ഡ്രില്ലിംഗ് മെഷീനിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ എന്ത് പറയാ? കൗണ്ടർ ബോറിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ല, പാർട്ട് ബിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പയർ ഷേപ്പർ ആൻഡ് പ്ലാനർ മെഷീൻ. നമ്മൾ ഷേപ്പർ മെഷീനും പ്ലാനർ മെഷീനും മനസ്സിലാക്കാനുണ്ട്. അതിൽ ഷേപ്പർ മെഷീനും പ്ലാനർ മെഷീനും തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഷേപ്പർ മെഷീൻ എന്ന് പറഞ്ഞത്. ഈ ഷേപ്പർ മെഷീനെ കാട്ടി കുറച്ചും കൂടി വലിയ രീതിയിലുള്ള വർക്ക് പീസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മെഷീൻ നമ്മൾക്ക് പ്ലാനർ മെഷീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതില് ഷേപ്പർ മെഷീന്റെ കേസിൽ നമ്മൾ ടൂളാണ് ഇവിടെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്, വർക്ക് പീസ് അവിടെ സ്റ്റേഷനറി ആയിരിക്കാൻ നിൽക്കുന്നത്. പക്ഷെ പ്ലാനർ മെഷീന്റെ കേസിൽ വരികയാണെങ്കിൽ അതിൽ വർക്ക് പീസ് ആയിരിക്കും റെസിപ്രോക്കേറ്റിംഗ് ആക്ഷനിൽ മൂവ് ചെയ്യുന്നത്, ടൂള് സ്റ്റേഷനറി ആയിരിക്കും. നമുക്ക് ഷേപ്പർ മെഷീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള വളരെ സ്മോൾ ആയിട്ടുള്ള വർക്ക് പീസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന്റെ സൈസും അതൊരു ലൈറ്റ് സ്മോൾ സൈസ് ഉള്ള ഒരു മെഷീൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. കട്ടിംഗ് സ്പീഡ് താരതമ്യേന കുറവാണ്. പക്ഷെ പ്ലാനർ മെഷീനിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര ലാർജ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള വർക്ക് പീസുകളാണ് ചെയ്യേണ്ടി വരിക. ആയതുകൊണ്ട് തന്നെ ആ മെഷീന്റെ സൈസും അതിന്റെ ലാർജും ഹെവിയർ ആയിരിക്കും. പിന്നെ കട്ടിംഗ് സ്പീഡും നമ്മൾ ഷേപ്പർ മെഷീൻ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന് കട്ടിംഗ് സ്പീഡ് വളരെ കൂടുതലായിരിക്കും. ഷേപ്പർ മെഷീന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അതിൽ നമുക്ക് ഒരു സിംഗിൾ കട്ടിംഗ് ടൂൾ അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അറ്റ് എ ടൈമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുക. പക്ഷെ പ്ലാനർ മെഷീന്റെ കേസിൽ നമുക്ക് മൾട്ടി കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സൈഡുകളിലും മുകളിലുമായിട്ട് മൾട്ടി പൊസിഷൻ ചെയ്തുകൊണ്ട് നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഓപ്പറേഷൻസ് അറ്റ് എ ടൈം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഇതിന്റെ സ്ട്രോക്ക് ലെങ്ത്തിന്റെ കേസ് വരികയാണെങ്കിൽ 90 mm ആണ് ഇതിന്റെ ഒരു ഷേപ്പർ മെഷീന്റെ സ്ട്രോക്ക് ലെങ്ത് വരുന്നത്. ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് ലെങ്ത് ആണ്. പക്ഷെ മീറ്ററോളം നമുക്ക് സ്ട്രോക്ക് ലെങ്ത് വരുന്ന രീതിയിലാണ് ഒരു പ്ലാനർ മെഷീൻ. വളരെ വലിയൊരു മെഷീനാണ് പ്ലാനർ മെഷീൻ എന്ന് പറഞ്ഞത്. നമുക്ക് ഷേപ്പർ മെഷീൻ പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ റൂം അതേപോലെ റിപ്പയറിംഗ് വർക്കിനൊക്കെയാണ് ഈ ഒരു ഷേപ്പർ മെഷീൻ ഉപയോഗിക്കുന്നത്. പക്ഷെ പ്ലാനർ മെഷീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ലാർജ് പ്രൊഡക്ഷനിൽ വരുന്ന ഹെവി എഞ്ചിനീയറിംഗ് അപ്ലിക്കേഷൻസിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പോണന്റുകളൊക്കെ മെഷീനിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനർ മെഷീൻ ഉപയോഗിക്കുക. സ്വാഭാവികമായിട്ടും ആ മെഷീന്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും കമ്പയർ ടു ഷേപ്പർ മെഷീൻ. ഷേപ്പർ മെഷീൻ വളരെ ചീപ്പർ ആയിരിക്കും. ഇങ്ങനെ ഷേപ്പർ മെഷീനും പ്ലാനർ മെഷീന്റെ ഒരു കമ്പാരിസൺ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഷേപ്പർ മെഷീനും പ്ലാനർ മെഷീനെ പറ്റി മനസ്സിലാക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ഷേപ്പർ മെഷീന്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. നമുക്കൊരു ഷേപ്പർ മെഷീൻ സ്പെസിഫൈ ചെയ്യാം. ലെയ്ത്ത് മെഷീൻ അതിന്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഒരു ഷേപ്പർ മെഷീന്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെ പറയണം എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു കാണിച്ചിരിക്കുന്ന ഒരു 10 രീതിയിൽ അല്ലെങ്കിൽ 10 പോയിന്റോളം നമുക്ക് മിനിമം ഒരു ഷേപ്പർ മെഷീനിൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഫസ്റ്റ് അതിൽ പറയുന്ന കാര്യം നമ്മൾ ഒന്നാമത്തെ പാർട്ട് എയിൽ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം പോലെ തന്നെ ഇതിന്റെ സ്ട്രോക്ക് ലെങ്ത് ആയിട്ട് ബന്ധപ്പെട്ടാണ്. എത്രത്തോളം സ്ട്രോക്ക് ലെങ്ത് ആണ് എന്നുള്ളത് നമുക്ക് എത്രത്തോളം വർക്കിംഗ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ നമ്മൾ ഷേപ്പർ മെഷീന്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിന്റെ സ്ട്രോക്ക് ലെങ്ത്. അത് MM സെന്റിമീറ്ററിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ ഏത് രീതിയിലുള്ള ഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു ഷേപ്പർ മെഷീൻ ഡ്രൈവ് ചെയ്യുന്നത്? മെക്കാനിക്കൽ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണോ വർക്ക് ചെയ്യുന്നത്? അതിന്റെ പവർ കൊടുക്കുന്നുള്ള ഒരു കാര്യമാണ്.
പിന്നെ അതിന്റെ ഷേപ്പർ എങ്ങനെ വരുന്നത്, അത് വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സൽ ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെ ഉള്ള രീതി നോക്കിയിട്ടും നമുക്ക് ഷേപ്പർ മെഷീനെ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു മിനിറ്റിൽ എത്രത്തോളം സ്ട്രോക്ക് എടുക്കുന്നത്, നമ്മൾ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഒരു മിനിറ്റിൽ എത്രത്തോളം നമ്പർ ഓഫ് സ്ട്രോക്ക് വരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് ഷേപ്പർ മെഷീനെ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. അതിൽ കൊടുക്കുന്ന പവർ ഇൻപുട്ട് HP അല്ലെങ്കിൽ വാട്ടിലായിരിക്കുമ്പോൾ മോട്ടറിന്റെ കപ്പാസിറ്റി പറയുന്നത്, അങ്ങനെ അതിന്റെ പവർ ഇൻപുട്ട് അതിന്റെ സ്പെസിഫിക്കേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതേപോലെ അതിന്റെ ലെങ്ത് വിഡ്ത്ത്, അതിന്റെ ഫ്ലോർ ഏരിയ എത്രത്തോളം വേണം എന്നുള്ള കാര്യമാണ് അതിന്റെ ടേബിൾ സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടേബിൾ സൈസ്, അതിന്റെ ലെങ്ത്തും വിഡ്ത്തും എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമുക്കൊരു ഷേപ്പർ മെഷീന്റെ സ്പെസിഫിക്കേഷൻസ് പറയാൻ സാധിക്കും. ട്രാവൽ സ്പീഡ്, നമുക്ക് ടേബിൾ എത്രത്തോളം മൂവ് ചെയ്യാം, ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും. നമുക്ക് ആ ഒരു ഫിഗറിൽ കണ്ടാൽ മനസ്സിലാകും, അതിൽ ടേബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും മൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എത്രത്തോളം മാക്സിമം ഹൈറ്റിലേക്ക് നമുക്ക് ടേബിളിനെ ഉയർത്താൻ സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നൊരു ഫാക്ടേഴ്സും ഒരു ഷേപ്പർ മെഷീനായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻസ് ആണ്. ഇനി വർക്ക് പീസ്, അതിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഷേപ്പർ മെഷീനിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വർക്ക് പീസിന്റെ സൈസ്, എത്രത്തോളം മാക്സിമം സൈസ് ഉള്ള വർക്ക് പീസ് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഷേപ്പർ മെഷീന്റെ കേസിൽ അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ വെയിറ്റ് ഓഫ് മെഷീൻ, അതിന്റെ ടൂൾ ഹെഡിന്റെ മൂവ്മെന്റ്, വെർട്ടിക്കൽ ആംഗുലർ അഡ്ജസ്റ്റ്മെന്റിന്റെ റേഞ്ച് എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു ഷേപ്പർ മെഷീൻ. അതായത് നമുക്കൊരു ഷേപ്പർ മെഷീന്റെ ഫിഗറുകൾ അറിയാമെങ്കിൽ അതിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ സ്പെസിഫിക്കേഷൻസ് ആ ഫിഗർ നോക്കി കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ സാധിക്കും. ഷേപ്പർ മെഷീന്റെ പോലെ തന്നെ നമുക്ക് ലെയ്ത്ത് മെഷീനിലും ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിന്റെ ലെയ്ത്ത് മെഷീനിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്പറേഷൻസിന്റെ അല്ലെങ്കിൽ അതിൽ എടുക്കുന്ന വർക്ക് പീസിന്റെ സൈസ് അനുസരിച്ച് അങ്ങനെ ലെയ്ത്ത് മെഷീനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സ്പെസിഫിക്കേഷൻസ് പറയാൻ പറ്റും. അതേപോലെ ഡ്രില്ലിംഗ് മെഷീന്, സ്ലോട്ടർ മെഷീന്, പ്ലാനർ മെഷീന്, ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള മില്ലിംഗ് മെഷീന്, ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള മെഷീന്റെ ഒക്കെ സ്പെസിഫിക്കേഷൻ ചോദിക്കുന്നത് ഈ ഒരു എക്സാം പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു മെഷീന്റെ അതിന്റെ ഫിഗറുകൾ അറിയാമെങ്കിൽ ആ രീതിയിൽ നമുക്ക് അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പാർട്ട് സിയിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസം ഇൻ ഷേപ്പർ. ഷേപ്പർ മെഷീനായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ റാമിന്റെ മൂവ്മെന്റ് ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. അതായത് റാം പറഞ്ഞ ഭാഗം നമ്മൾ ഫിഗറിൽ കണ്ടിരുന്നു, ഈ കാണിച്ചിരിക്കുന്നതാണ് അതിന്റെ റാം പറഞ്ഞ പോർഷൻ വരുന്നത്. ഈ റാമിന്റെ എൻഡിലായിരിക്കും നമ്മൾ കട്ടിംഗ് ടൂൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഈ റാമിന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ വഴിയാണ് നമുക്ക് ടേബിളിൽ വെച്ചിരിക്കുന്ന വർക്ക് പീസിന്റെ മുകളിൽ ചിപ്പ് രൂപേണ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മെഷീനിങ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ റാമിന്റെ മൂവ്മെന്റ്, റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നമ്മൾ ഏത് രീതിയിൽ എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് 3 രീതിയിലാണ് ഇതിന്റെ ഒരു മെക്കാനിസം വരുന്നത്. അതിൽ വരുന്ന ഒരു ടൈപ്പാണ് ഈ ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസം പറഞ്ഞത്. ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്ററി മോഷനെ നമുക്ക് ആ ഒരു മെഷീനിൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മെഷീനിൽ കിട്ടുന്ന ഒരു റൊട്ടേറ്ററി മോഷനെ നമുക്ക് ആവശ്യമുള്ള റാമിന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആക്കി മാറ്റുന്ന ഒരു മെക്കാനിസമാണ് ഇവിടെ ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസം എന്ന് പറഞ്ഞത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന രീതിയാണ് ആ ഒരു മെക്കാനിസത്തിന്റെ ഒരു സിമ്പിൾ സ്കീമാറ്റിക് ഡയഗ്രം എന്ന് പറഞ്ഞത്. നമുക്ക് ഈ കാണിച്ചിരിക്കുന്നതാണ് റാം പറഞ്ഞ പോർഷൻ. റാമിന്റെ എൻഡിലായിരിക്കും നമ്മളെ കട്ടിംഗ് ടൂൾ വെച്ചിരിക്കുക. ഈ റാമിന്റെ ഈ മെഷീൻ കമ്പോണന്റ് ഉള്ളിലായിട്ട് നമുക്കൊരു ഈ കാണിച്ചിരിക്കുന്ന ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന ഡ്രൈവർ പിനിയനിലായിരിക്കും നമ്മളൊരു മോട്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പവർ സോഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഈ ഡ്രൈവിംഗ് പിനിയൻ കറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബുൾ ഗിയറും റൊട്ടേറ്റ് ചെയ്ത് ആ ബുൾ ഗിയറിൽ നിന്ന് നമുക്കൊരു റോട്ടറി മോഷന് നമുക്ക് ആവശ്യമുള്ള റാമിന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആക്കി മാറ്റുന്നതാണ് ഇതിൽ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ഭാഗങ്ങൾ മനസ്സിലാക്കാണ്ട് ഒരു ഡ്രൈവിംഗ് പിനിയൻ, ബുൾ ഗിയർ, ക്രാങ്ക് പിൻ, സ്ലോട്ടഡ് ലിങ്ക്, സ്ലൈഡിംഗ് ബ്ലോക്ക്, റാം, ഹെഡ് വീൽ, ഹാൻഡ് വീല്, അതേപോലെ തന്നെ ക്ലാമ്പിംഗ് ലിവർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഈ പറഞ്ഞിരിക്കുന്ന ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസത്തിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ കാണിച്ചിരിക്കുന്നതാണ് ഡ്രൈവിംഗ് പിനിയൻ എന്ന് പറഞ്ഞത്. ഈ ഡ്രൈവിംഗ് പിനിയനിലായിരിക്കും നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള മോട്ടോർ വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ഡ്രൈവിംഗ് നടത്തുന്നത്, റോട്ടറി മോഷൻസ് അവിടെ കൊടുക്കുന്നത്. ഈ ഡ്രൈവിംഗ് പിനിയൻ എന്ന് പറഞ്ഞത് നമ്മൾ ബുൾ ഗിയർ, ഈ കാണിച്ചിരിക്കുന്ന വലിയ ഗിയറിനെ നമ്മൾ എന്ത് പറയുന്നത്, ബുൾ ഗിയർ എന്ന് പറഞ്ഞത്. ഈ ബുൾ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ഈ ബുൾ ഗിയറിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന രീതിയിലായിരിക്കും നമുക്കിവിടെ ഒരു സ്ലൈഡിംഗ് ബ്ലോക്കും അതേപോലെ തന്നെ ബെവൽ ഗിയറിലുള്ള അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ടാവാം. ഈ സ്ലൈഡിംഗ് ബ്ലോക്കിന് മുകളിൽ ഒരു
ക്രാങ്ക് പിന്ന് ഉള്ള രീതിയിൽ പിന്ന് കൊടുത്തിട്ടുണ്ടാവും. ഈ പിന്ന് എന്നുള്ളത് ഒരു സ്ലോട്ടഡ് ലിങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ലോട്ടർ ലിങ്കിന്റെ ഒരു സ്ലോട്ട് ഭാഗത്തായിരിക്കും ഈ ക്രാങ്ക് പിന്നെ കൊടുത്തിട്ട്, അതായത് സ്ലൈഡിംഗ് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ടാവാം. ഈ സ്ലോട്ടർ ലിങ്കിന്റെ ഒരു എൻഡ് നമ്മളെ എഞ്ചിനിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും, മറ്റൊരു എഞ്ചിനിൽ പിവറ്റ് ചെയ്തിട്ടുണ്ടാവും, മറ്റൊരു ഭാഗം നമ്മുടെ റാമിന്റെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഈ ഒരു ഡ്രൈവർ പിനിയൻ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യുകയും ബുൾ ഗിയറിൽ വരുന്ന ഒരു മോഷനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു സ്ലൈഡിംഗ് മോഷൻ ആക്കിയിട്ട് ഈ ഒരു സ്ലോട്ടഡ് ലിങ്കും സ്ലൈഡിംഗ് ബ്ലോക്കും കൂടി നമുക്കൊരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു സ്ലോട്ടഡ് ലിങ്കിന്റെ എൻഡിലായിട്ട് നമുക്ക് കിട്ടും. ആ സ്ലോട്ടഡ് ലിങ്ക് നമ്മൾ കണക്ട് ചെയ്ത റാമിലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ റാം എന്ത് ചെയ്യും, നമുക്കൊരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയിട്ട് നമുക്ക് തരും. ഇതാണ് അതിന്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് അതിന്റെ വർക്കിംഗ് എഴുതേണ്ട രീതി പറഞ്ഞത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഷേപ്പർ മെഷീന്റെ കേസിൽ മനസ്സിലാക്കേണ്ട ഒരു മെക്കാനിസമാണ് ക്രാങ്ക് ആൻഡ് സ്ലോട്ട് ലിവർ മെക്കാനിസം. ഇത് കൂടാതെ മറ്റ് രണ്ട് മെക്കാനിസം, ഹൈഡ്രോളിക് മെക്കാനിസം ഉണ്ട്, വിത്ത് വേർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം വരുന്നുണ്ട്. ഇതെല്ലാം ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, മനസ്സിലാക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ ഇത് കൂടാതെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ, സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ, ഈ കാണിച്ചിരിക്കുന്ന ലെയ്ത്ത് മെഷീൻ, ഷേപ്പർ മെഷീൻ പോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കമ്പോണന്റ് ആണ്, ഒരു മെഷീൻ എലമെന്റ് ആണ്, മെഷീൻ ഭാഗമാണ് നമ്മളെ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ. ഇതെല്ലാം കഴിഞ്ഞ കൊല്ലങ്ങളിലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. അതേപോലെ തന്നെ ഡ്രില്ലിംഗ് മെഷീനിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഏതൊക്കെയാണ്, ആ ഡ്രില്ലിംഗ് മെഷീനിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ്, വ്യത്യസ്ത രീതിയിലുള്ള ഡ്രില്ലിംഗ് ഓപ്പറേഷൻ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും, അത് ഏതൊക്കെയാണ്. അതേപോലെ തന്നെ സ്ലോട്ടർ മെക്കാനിസം ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് വരുന്നത്, അതിന്റെ മെഷീൻ ഏതാണ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, അതേപോലെ ഹൈഡ്രോളിക് മെക്കാനിസം, ഈ ഷേപ്പർ മെഷീനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മെക്കാനിസംസ് വരുന്നുണ്ട്. ആ മെക്കാനിസംസ് ഏതൊക്കെയാണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണുള്ള കാര്യങ്ങൾ, ഈ ഷേപ്പർ മെഷീന്, ഡ്രില്ലിംഗ് മെഷീന്, പ്ലാനർ മെഷീൻ, ഇതിന്റെ എല്ലാം സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാണ് പറയുന്നത്, പ്ലാനർ മെഷീനും ഷേപ്പർ മെഷീനുള്ള കമ്പാരിസൺ അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ രണ്ടാമത്തെ മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് മില്ലിംഗ് മെഷീനെ പറ്റിയാണ്. മില്ലിംഗ് മെഷീൻ, അതേപോലെ ഗ്രൈൻഡിങ് മെഷീന്, അതിന്റെ ടൈപ്പുകൾ, കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ സിലബസിന്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ മില്ലിംഗ് മെഷീന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്, അതിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ്, മില്ലിംഗ് മെഷീനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കട്ടിംഗ് ഓപ്പറേഷൻസ്, അതിൽ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളുകൾ ഏതൊക്കെയാണ്, നമുക്ക് അതിൽ മില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾ ഹോൾഡിംഗ് ഡിവൈസ്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്, അതിൽ ടൈപ്പുകൾ ഏതൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മൾ മില്ലർ കട്ടറിന് ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളിന്റെ സ്പെസിഫിക്കേഷൻസ്, പിന്നീട് നമുക്ക് ഗ്രൈൻഡിങ് ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അതിന്റെ ടൂള്, അതിന്റെ ടൈപ്പുകൾ, ഈ ഗ്രൈൻഡിങ് വീലിന്റെ മെറ്റീരിയലിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണ് വരുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ സൂപ്പർ ഫിനിഷിംഗ് പറഞ്ഞിട്ടുള്ള ഒരു ഫിനിഷിംഗ് പ്രോസസ്സ്, നമ്മൾ മെറ്റൽ സർഫസ് ഫിനിഷിംഗിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന രീതിയിൽ പറയുന്ന സൂപ്പർ ഫിനിഷിംഗ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, ലാപ്പിംഗ്, ഹോണിംഗ് പോലുള്ള പ്രോസസ്സിനെ പറ്റി, അതിന്റെ ടൈപ്പ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് എന്നീ കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ രീതിയിലും കഴിഞ്ഞ കൊല്ലങ്ങളിലായിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി ടു ഇൻഡെക്സിംഗ് മെത്തേഡ് യൂസ്ഡ് ഇൻ മില്ലിംഗ്. മില്ലിംഗ് മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഇൻഡെക്സിംഗ് മെത്തേഡ് ഏതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു രൂപമാണ് ഒരു മില്ലർ മെഷീന് വരുന്നത്. മില്ലിംഗ് മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. മില്ലിംഗ് മെഷീൻ നമുക്കറിയാം ഒരു ബേസ് ഏരിയ വരുന്നുണ്ട്, അതിന്റെ ഒരു കോളം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിന്റെ ഒരു ഭാഗത്ത് ഹാർഡർ എന്നുള്ള കമ്പോണന്റിന് മുകളിൽ ഒരു മില്ലർ കട്ടർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാണിക്കുന്നതാണ് മില്ലർ കട്ടർ എന്ന് പറഞ്ഞത്. ഇതിന് തൊട്ട് താഴെയായിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിന് മുകളിലായിരിക്കും നമ്മൾ വർക്ക് പീസ് അറ്റാച്ച് ചെയ്യുന്നത്. വർക്ക് പീസ് അവിടെ സ്റ്റേഷൻ ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ ടൂള് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട്, നമ്മൾ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാണ് നമ്മൾ മില്ലർ കട്ടറിന് ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂൾ എന്ന് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു കട്ടിംഗ് ടൂളിന്റെ റൊട്ടേഷൻ കൊടുത്തുകൊണ്ട് വർക്ക് പീസ് സ്റ്റേഷനറി വെച്ചുകൊണ്ടാണ് നമ്മൾ മില്ലർ മെഷീനിൽ കട്ടിംഗ് ഓപ്പറേഷൻസ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു ഓപ്പറേഷൻ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഗിയറുകൾ പോലുള്ള ഒരു കമ്പോണന്റ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇൻഡെക്സിങ് പറഞ്ഞ മെത്തേഡ്. അപ്പോൾ ഒരു ഗിയറിന്റെ ഷേപ്പ് നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ ഗിയറിൽ ഈക്വൽ ആയിട്ടാണ് നമ്മൾ അതിന്റെ ടീത്തുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഈക്വൽ ആയിട്ട് ഒരു വർക്ക് പീസിനെ, റൗണ്ട് ഷേപ്പുള്ള ഒരു വർക്ക് പീസിനെ ഈക്വൽ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് അതിനെ മാർക്ക് ചെയ്യണമെങ്കിൽ അതിനുപയോഗിക്കുന്ന ഒരു മില്ലിംഗ് മെഷീനിൽ അതിനുപയോഗിക്കുന്ന ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. വ്യത്യസ്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡെക്സിങ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ വരുന്ന ഏതെങ്കിലും 2 ടൈപ്പ് ഓഫ് ഇൻഡെക്സിങ് ആണ് അതിൽ പറയാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഒരു ടൈപ്പാണ് സിമ്പിൾ ഇൻഡെക്സിങ്, മറ്റൊരു ടൈപ്പാണ് കോമ്പൗണ്ട് ഇൻഡെക്സിങ്. ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ആണ് സിമ്പിൾ ഇൻഡെക്സിന് വരുന്നത്. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നെയിം ദ മെഷീൻ ടൂൾ ദാറ്റ് റിമൂവ് മെറ്റൽ ആസ് ദ വർക്ക് ഈസ് ഫെഡ് അഗെയിൻസ്റ്റ് എ റൊട്ടേറ്റിംഗ് മൾട്ടി പോയിന്റ് കട്ടർ. മൾട്ടി പോയിന്റ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു മെഷീൻ ടൂൾ ഓപ്പറേഷൻ ചെയ്യുന്ന മെഷീനിന്റെ പറയുന്ന പേരെന്താണ്? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ പേരാണത് മില്ലിംഗ് മെഷീൻ. മില്ലിംഗ് മെഷീനിലാണ് നമ്മൾ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ അല്ലെങ്കിൽ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെഷീനിങ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഗ്യാങ് മില്ലിംഗ് വിത്ത് നീറ്റ് സ്കെച്ച്. നമുക്ക് മില്ലിംഗിൽ വ്യത്യസ്ത രീതിയിലുള്ള ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ മില്ലിംഗ് മെഷീനിൽ വ്യത്യസ്ത രീതിയിലുള്ള മില്ലിംഗ് കട്ടറുകളും അവൈലബിൾ ആണ്. അങ്ങനെ മില്ലിംഗ് മെഷീനിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പറേഷനാണ് നമ്മൾ ഗ്യാങ് മില്ലിംഗ് എന്ന് പറഞ്ഞത്. ഈ ഫിഗറിൽ കാണിക്കുന്ന ഈ ആർബർ എന്നുള്ള ഭാഗത്തായിരിക്കും നമ്മൾ മില്ലർ കട്ടർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ അറ്റ് എ ടൈം നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടൊരു മില്ലിംഗ് ഓപ്പറേഷൻസ് ചെയ്തെടുക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഗ്യാങ് മില്ലിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഈ ആർബർ എന്നുള്ള കമ്പോണന്റിന് മുകളിൽ ഒന്നിലധികം അല്ലെങ്കിൽ 2ലധികം മില്ലിംഗ് കട്ടർ വെച്ചുകൊണ്ട് അറ്റ് എ ടൈം നമുക്ക് ഒന്നിലധികം ഓപ്പറേഷൻസ് ചെയ്യുന്ന രീതിയാണ് ഗ്യാങ് മില്ലിംഗിൽ വരുന്നത്. അറ്റ് എ സിംഗിൾ പാസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യത്യസ്ത രീതിയിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത കട്ടിംഗ് ഓപ്പറേഷൻസ് ഒരു വർക്ക് പീസിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ വരുന്ന പല രീതിയിലുള്ള മില്ലിംഗ് ഓപ്പറേഷൻസുകൾ വരുന്നുണ്ട്. ഫേസ് മില്ലിംഗ്, എൻഡ് മില്ലിംഗ്, അങ്ങനത്തെ വ്യത്യസ്ത രീതിയിലുള്ള മില്ലിംഗ് ഓപ്പറേഷൻ വരുന്നുണ്ട്. അതെല്ലാതും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്യാങ് മില്ലിംഗ് ആണ്. ഗ്യാങ് മില്ലിംഗ് ഈ രീതിയിലാണ് മെഷീൻ ചെയ്തെടുക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സെലക്ഷൻ ഓഫ് ഗ്രൈൻഡിങ് വീൽ. ഗ്രൈൻഡിങ് വീലിന്റെ സെലക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ സെലക്ഷന് വരുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ മെഷീനിങ് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് നമ്മൾ ടച്ചപ്പ് ചെയ്യുന്നതാണ് ഗ്രൈൻഡിങ് വീലിൽ. ആ ഗ്രൈൻഡിങ് വീല് സെലക്ട് ചെയ്യാൻ നമുക്ക് 2 രീതിയിലുള്ള ഫാക്ടേഴ്സുകളാണ് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സുകൾ വരുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞത് വേരിയബിൾ ഫാക്ടറാണ്. ഈ 2 രീതിയിലുള്ള ഫാക്ടറുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു ഗ്രൈൻഡിങ് വീൽ സെലക്ട് ചെയ്യുന്നത്. അതിൽ വരുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫാക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതിനാണ് ഒരു ഫസ്റ്റ് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫാക്ടർ പറഞ്ഞത്. അതായത് ഹാർഡ് മെറ്റീരിയൽ വരുന്നുണ്ട്, സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്. ഇതിനെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ഗ്രൈൻഡിങ് വീൽ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എത്രത്തോളം മെറ്റീരിയലാണ് റിമൂവ് ചെയ്യേണ്ടത്, എമൗണ്ടിന് അനുസരിച്ച് നമുക്ക് ഗ്രൈൻഡിങ് വീലിന്റെ ഒരു കോൺസ്റ്റന്റ് ഫാക്ടർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. നമുക്ക് ഹെവി ആയിട്ട് മെറ്റൽ റിമൂവ് ചെയ്യുന്ന കേസുകൾ വരാം, ലൈറ്റ് ആയിട്ട് വളരെ ഫൈൻ ആയിട്ടും നമുക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്യേണ്ട കൺസിഡറേഷൻ വരാം. അപ്പൊ ആ രീതിയിലുള്ള ഫാക്ടേഴ്സും കൂടി ഗ്രൈൻഡിങ് വീല് സെലക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മറ്റൊരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൈൻഡിങ്ങിന്റെ മെഷീന്റെ ടൈപ്പുകളാണ്. ഏത് രീതിയിലുള്ള മെഷീനാണ്, റിജിഡ് മെഷീനാണോ അല്ലെങ്കിൽ റിജിഡിറ്റി കുറഞ്ഞ രീതിയിലുള്ള മെഷീനാണോ ഉപയോഗിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലും നമുക്കൊരു കോൺസ്റ്റന്റ് ഫാക്ടർ ആയിട്ട് നമുക്കൊരു ഗ്രൈൻഡിങ് വീലിന്റെ സെലക്ഷൻ ആയിട്ട് പറയാൻ പറ്റും. ഇനി വേരിയബിൾ ഫാക്ടർ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേഷന്റെ സ്പീഡ് അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന മെഷീന്റെ കണ്ടീഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഓപ്പറേറ്ററിന്റെ സ്കിൽ അനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന സെലക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ മാറുന്നുണ്ട്. നമുക്ക് ഉപയോഗിക്കുന്ന സ്പീഡ് നമ്മൾ ഹൈ സ്പീഡിൽ ഉപയോഗിക്കുമ്പോഴും ലോ സ്പീഡിൽ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഗ്രൈൻഡിങ് വീല് സെലക്ട് ചെയ്യുന്നതിന്റെ പ്രൊസീജിയറിൽ നമുക്ക് മാറ്റം വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയും കൂടിയാണ് നമ്മൾ ഗ്രൈൻഡിങ് വീല് സെലക്ട് ചെയ്യുന്നത്. മെഷീന്റെ കണ്ടീഷൻ നല്ലൊരു ഗുഡ് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു മെഷീനാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൂസ് കണ്ടീഷൻ ആയിട്ടുള്ള മെഷീനാണ് എന്നുള്ള ഒരു ഫാക്ടറും കൂടി നമ്മളൊരു ഗ്രൈൻഡിങ് വീല് സെലക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓപ്പറേറ്ററിന്റെ സ്കില്ലും കൂടി ഈ ഗ്രൈൻഡിങ് വീലിനായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻ സെലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗ്രൈൻഡിങ് വീല് സെലക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.
അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മില്ലിങ്ങിന്റെ കേസിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പ് മില്ലിങ്ങും ഡൗൺ മില്ലിങ്ങും. അപ്പ് മില്ലിങ്ങിനെ കൺവെൻഷണൽ മില്ലിംഗ് എന്നും ഡൗൺ മില്ലിങ്ങിനെ ക്ലൈംബ് മില്ലിംഗ് എന്നുള്ള രീതിയിലേക്ക് അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള മില്ലിംഗ് ഓപ്പറേഷനുകൾ പല രീതിയിലായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് അപ്പ് മില്ലിങ്ങിന്റെയും ഡൗൺ മില്ലിങ്ങിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം പറഞ്ഞിരിക്കുന്നത്. മില്ലിംഗ് ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മില്ലിംഗ് ഓപ്പറേഷൻ പറഞ്ഞാൽ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് പീസിന്റെ മുകളിൽ നിന്ന് ചിപ്പ് രൂപേണ നമ്മൾ മില്ലിംഗ് മെഷീൻ ഓപ്പറേഷൻ ചെയ്തെടുക്കുന്ന രീതിയാണ് മില്ലിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതില് വർക്ക് പീസും ടൂളും എങ്ങനെയാണ് അത് റിലേറ്റീവ് മോഷൻ വരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പ് മില്ലിങ്ങും ഡൗൺ മില്ലിങ്ങും പറയാൻ സാധിക്കും. ഈ അപ്പ് മില്ലിങ്ങിലും ഡൗൺ മില്ലിങ്ങിലും അപ്പ് മില്ലിങ്ങിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ കട്ടർ നമ്മൾ വർക്ക് പീസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മില്ലിംഗ് ഓപ്പറേഷൻ നമ്മൾ എന്താ പറയാ? അപ്പ് മില്ലിംഗ് എന്ന് പറയാൻ പറ്റും. ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? വർക്ക് പീസ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കട്ടറിന്റെ അടിഭാഗം നമ്മൾ വർക്ക് പീസിനെ ചെത്തിരിക്കുന്ന മുകളിലേക്ക് കോരിയെടുക്കുന്ന രീതിയിൽ അപ്പ് പൊസിഷനിലാണ് വരുന്നത്. അപ്പൊ ആ രീതിയിലാണ് അപ്പ് മില്ലിങ്ങിന്റെ കേസിൽ വർക്കിംഗ് വരുന്നത്. ഇനി ഡൗൺ മില്ലിംഗിലേക്ക് വരികയാണെങ്കിൽ ഡൗൺ മില്ലിങ്ങിന്റെ കേസിൽ നമ്മൾ വർക്ക് പീസ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും വർക്ക് പീസ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന കട്ട് ചെയ്ത് നമ്മളൊരു മാന്തി എടുക്കുന്ന രീതിയിലായിരിക്കും ഡൗൺ മില്ലിങ്ങിന്റെ ഒരു ഓപ്പറേഷൻ വരുന്നത്. ഇനി അതിന്റെ മറ്റു കാര്യങ്ങൾ കൂടി നോക്കാം. ഈ അപ്പ് മില്ലിങ്ങിന്റെ കേസിൽ അതിന്റെ ചിപ്പ് ഫോം ചെയ്യുന്നത് ഫിഗറിൽ കണ്ടാൽ തന്നെ അറിയാം. ചിപ്പ് ഫോം ചെയ്യുന്നത് തിക്നെസ് കുറഞ്ഞ രീതിയിൽ മുതൽ തിക്നെസ് കൂടിയ രീതിയിലാണ് അതിൽ വരുന്ന ചിപ്പ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചിപ്പിന് തിക്നെസ് കുറഞ്ഞ രീതിയിൽ തിക്നെസ് കൂടുന്ന രീതിയിലാണ് ഈ അപ്പ് മില്ലിങ്ങിന്റെ കേസിൽ നമുക്ക് ചിപ്പ് തിക്നെസ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഡൗൺ മില്ലിങ്ങിന്റെ കേസിൽ വരികയാണെങ്കിൽ തിക്നെസ് കൂടിയ രീതിയിൽ നിന്ന് തിക്നെസ് കുറഞ്ഞ രീതിയിലേക്കാണ് ഡൗൺ മില്ലിങ്ങിന്റെ കേസിൽ നമുക്ക് ചിപ്പ് ഫോം ചെയ്തെടുക്കുന്നത്. അത് ഇതിന്റെ ഒരു മറ്റൊരു കാര്യമായിട്ട് പറയാൻ സാധിക്കും. പിന്നെ ഇതില് വർക്ക് ഹോൾഡ് ചെയ്യുന്ന കേസ് നോക്കിക്കഴിഞ്ഞാൽ അപ്പ് മില്ലിങ്ങിന്റെ കേസിൽ ഫിഗറിൽ കാണുന്ന പോലെ ഈ വർക്ക് പീസിനെ മുകളിലോട്ട് പൊന്തിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി എന്ത് ചെയ്യും? ഈ മില്ലർ കട്ടർ ശ്രമിക്കാറുണ്ട്. അത് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അപ്പ് മില്ലിങ്ങിന്റെ കേസിൽ നല്ല രീതിയിലുള്ള നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു ഹോൾഡിംഗ് നമ്മൾ അപ്പ് മില്ലിങ്ങിന്റെ കേസിൽ കൊടുക്കണം. ഡൗൺ മില്ലിങ്ങിന്റെ കേസിൽ അത്ര രീതിയിലുള്ള വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് കൊടുക്കേണ്ട ആവശ്യങ്ങളില്ല. ഇങ്ങനെ അപ്പ് മില്ലിങ്ങിന്റെയും ഡൗൺ മില്ലിങ്ങിന്റെയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞ കുറെ കാലങ്ങളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പൊ മില്ലിംഗ് ഓപ്പറേഷൻസ് ഏതൊക്കെ ടൈപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ടൈപ്പിൽ വരുന്ന ഒരു രണ്ട് രീതിയാണ് ഈ കാണിച്ചിരിക്കുന്ന അപ്പ് മില്ലിങ്ങും ഡൗൺ മില്ലിങ്ങും. ഇനി ഈ മൂന്നാമത്തെ മൊഡ്യൂളിൽ മറ്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം? മനസ്സിലാക്കി പോകണം. അതായത് നമ്മൾ മില്ലർ മെഷീനെ പറ്റി പറഞ്ഞിരുന്നു. അതിൽ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ വരുന്നുണ്ട്, ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ വരുന്നുണ്ട്. നമ്മൾ ആർബറിന്റെ പ്ലേസിംഗ് എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മില്ലർ മെഷീന്റെ ഈ ടൈപ്പ് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ മില്ലർ കട്ടിംഗ് ടൂൾ ഡിവൈസ് ഹോൾഡിംഗ് ഡിവൈസ് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ വെക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ മൊഡ്യൂൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മില്ലിംഗ് മെഷീനിൽ ചെയ്തെടുക്കുന്ന ഓപ്പറേഷൻസ് നമ്മൾ ഗ്യാങ് മില്ലിംഗ്, ഫേസ് മില്ലിംഗ്, എൻഡ് മില്ലിംഗ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതേപോലെ വ്യത്യസ്ത രീതിയിലുള്ള മില്ലിംഗ് ഓപ്പറേഷൻസ് നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഇൻഡെക്സിങ് പറഞ്ഞിട്ടുള്ളൊരു രീതി, നമ്മൾക്ക് ഒരു വർക്ക് പീസ് ഉണ്ടെങ്കിൽ ആ വർക്ക് പീസിനെ റൗണ്ട് ഷേപ്പുള്ള വർക്ക് പീസ് ആണെങ്കിൽ ആ റൗണ്ട് ഷേപ്പുള്ള വർക്ക് പീസിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇൻഡെക്സിങ് പറഞ്ഞത്. ആ വ്യത്യസ്ത രീതിയിലുള്ള ഇൻഡെക്സിങ് രീതികളും നമ്മൾ ഈ മൂന്നാമത്തെ മൊഡ്യൂളാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ബോണ്ട് മെറ്റീരിയൽ, നമ്മൾ ഗ്രൈൻഡിങ് വീലിൽ വരുന്ന ബോണ്ട്, അതിന്റെ കമ്പോണന്റുകൾ മനസ്സിലാക്കണം, ഗ്രേഡ് എന്താ, സ്ട്രക്ചർ എന്താ കാര്യങ്ങളെല്ലാം ഈ ഒരു മൂന്നാമത്തെ മൊഡ്യൂളാണ് നോക്കി പോകുന്നത്. അതേപോലെ ഒരു ഗ്രൈൻഡിങ് വീല് സെലക്ട് ചെയ്യുന്ന കാര്യം നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സെന്റർലെസ് ഗ്രൈൻഡിങ് എന്താണ്, ലാപ്പിംഗ് എന്താണ്, ഹോണിങ് എന്താണ്, സൂപ്പർ ഫിനിഷിംഗ് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ലാപ്പിംഗ് പ്രോസസ്സ്, ഹോണിങ് പ്രോസസ്സ് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ മനസ്സിലാക്കാനും എക്സാമിന് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഭാഗങ്ങളാണ് ഈ ലാപ്പിംഗ്, ഹോണിങ് പറഞ്ഞ ഭാഗങ്ങൾ. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ. ഇത് കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോർഷൻസ് പറയുന്നത്. അവസാനത്തെ നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ മൊഡ്യൂളിന്റെ ഭാഗങ്ങൾ. CNC മെഷീന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഈ CNC മെഷീനിൽ വരുന്ന കമ്പോണന്റുകൾ, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, എങ്ങനെ പ്രോസസ്സ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാലങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
കമ്പയർ NC-CNC മെഷീൻ. NC മെഷീനും CNC മെഷീനും. എന്താണ് NC മെഷീൻ? ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ആണ് NC മെഷീൻ എന്ന് പറഞ്ഞത്. CNC മെഷീൻ പറഞ്ഞാലോ അതിൽ കമ്പ്യൂട്ടറും കൂടി ആഡ് ചെയ്ത് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ആണ് CNC മെഷീൻ എന്ന് പറഞ്ഞത്. ഈ NC മെഷീന്റെയും CNC മെഷീന്റെയും കമ്പാരിസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ കട്ടിങ് ചെയ്തെടുക്കുന്ന സമയത്ത് വ്യത്യസ്ത രീതിയിലുള്ള കട്ടിങ് ഫ്ലൂയിഡ് ലൂബ്രിക്കേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഉണ്ടാകുന്ന ചിപ്പ് വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും മെഷീനിങ് ചെയ്തെടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹീറ്റിനെ നമുക്ക് ഡിസിപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതാണ് കട്ടിങ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലൂബ്രിക്കേഷനുള്ള കാര്യങ്ങൾ. അതിന്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഈ 4ാമത്തെ മൊഡ്യൂളാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു നല്ലൊരു ലൂബ്രിക്കേഷന്റെ ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് ഏതൊക്കെയെന്നുള്ള കാര്യങ്ങളും ഈ 4ാമത്തെ മൊഡ്യൂളിൽ തന്നെയാണ് മനസ്സിലാക്കി പോകുന്നത്. അപ്പൊ ഇതിലും കഴിഞ്ഞ കൊല്ലങ്ങളിലായിട്ട് സ്ഥിരമായിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് കട്ടിംഗ് ടൂൾ. കട്ടിംഗ് ടൂളിനെ സെലക്ട് ചെയ്യാൻ വേണ്ട ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്, ഡിസൈഡിങ് ചെയ്യേണ്ട ഫാക്ടറുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ് ഫസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നമുക്കൊരു ബേസിക് ലോജിക്ക് ആലോചിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് പറഞ്ഞ ഫ്ലൂയിഡ് നമുക്ക് മെഷീൻ ഓപ്പറേഷൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് എക്സ്ട്രാ ഒരു ഫ്ലൂയിഡ് എന്ത് കൊടുക്കും. നമ്മൾക്ക് ഉണ്ടാവുന്ന ഹീറ്റിനെയും ചിപ്പിനെയൊക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ രീതിയിലുള്ള ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് കൊടുക്കുന്നത്. അപ്പൊ ആ കട്ടിംഗ് ഫ്ലൂയിഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വർക്ക് പീസിന്റെ മെറ്റീരിയൽ ഏതാണെന്ന് നോക്കണം. നമ്മൾ ഏത് രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണ്, ഏത് രീതിയിലുള്ള കട്ടിംഗ് ഓപ്പറേഷൻസ് ആണ് അവിടെ ചെയ്യുന്നത്, ടേണിംഗ് ആണോ, ഡ്രില്ലിംഗ് ആണോ, ഗ്രൈൻഡിങ് ആണോ, അങ്ങനെ ഏത് രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണ്, ആ ഓരോ ഓപ്പറേഷൻ അനുസരിച്ച് വ്യത്യസ്ത രീതിയിലുള്ള കട്ടിംഗ് ഫ്ലൂയിഡുകളാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന കട്ടിംഗ് സ്പീഡിനും ഫീഡിനെയും നമ്മൾ സെലക്ട് ചെയ്യുന്ന കട്ടിംഗ് ഫ്ലൂയിഡിന് ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വർക്ക് പീസ് പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ കട്ടിംഗ് ഫ്ലൂയിഡ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കണം. ഇനി CNC മെഷീന്റെ അപ്ലിക്കേഷൻസ് എന്താണ്? വളരെ നമുക്ക് ഈ കാലങ്ങളിൽ നല്ല ഉപയോഗിക്കുന്ന ഒരു മെഷീനിങ് ആണ് CNC. കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ആണ് CNCയുടെ ഫുൾ ഫോം വരുന്നത്. വ്യത്യസ്ത രീതിയിൽ മില്ലിങ്, ടേണിങ്, ഡ്രില്ലിങ്, ഗ്രൈൻഡിങ് പല രീതിയിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് CNC ആയിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഓട്ടോമൊബൈൽ, എയറോസ്പേസ് ഇൻഡസ്ട്രിയിലൊക്കെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള കട്ടിംഗ് അല്ലെങ്കിൽ മെഷീനിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ CNC മെഷീനാണ് ഉപയോഗിക്കുന്നത്. മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ആക്യുറസി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് CNC മെഷീന്റെ അപ്ലിക്കേഷൻ ലെവലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ പറഞ്ഞത് NC മെഷീൻ പറഞ്ഞാൽ ന്യൂമറിക്കൽ കൺട്രോൾ. ഈ CNCയിൽ കമ്പ്യൂട്ടറും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ മെഷീൻ എന്ന് പറഞ്ഞത്. NC മെഷീൻ പറഞ്ഞാൽ അതിന്റെ കുറച്ചും കൂടി താഴെ വരുന്നതാണ്. ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ആണ്. അതായത് ഒരു മെഷീൻ കമ്പോണന്റ് ഉണ്ട്, ആ മെഷീൻ കമ്പോണന്റിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഈ രീതിയിൽ ഓട്ടോമേഷൻ, ഇത് സെമി ഓട്ടോമേഷൻ എന്ന രീതിയിലാണ് ഈ ന്യൂമറിക്കൽ കൺട്രോളിങ് പറഞ്ഞത്. ആ ന്യൂമറിക്കൽ കൺട്രോളിന്റെ ഒരു ഓപ്പറേഷൻ രീതി പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മാസ് പ്രൊഡക്ഷൻ ആണ്. പക്ഷെ മറ്റുള്ള രീതിയിൽ ഇപ്പോൾ അത്രയും CNC പോലെ നമുക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് ഇടപെടാൻ പറ്റാത്ത രീതിയാണ് NC മെഷീനിൽ വരുന്നത്. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ CNC മെഷീനാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ പറഞ്ഞത് കട്ടിംഗ് ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ പറഞ്ഞു മെഷീനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ് പല ഓപ്പറേഷനിലും കൊടുക്കാറുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു ഫസ്റ്റ് ഒരു പോയിന്റ് ആണ് ഇതിന്റെ കൂളിംഗ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ കട്ടിംഗ് ഓപ്പറേഷൻസ് വരുന്നതിന്റെ ഭാഗമായിട്ട് ഈ വർക്ക് പീസിന്റെ മുകളിലും ടൂളിന്റെ മുകളിലും നല്ല രീതിയിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ കട്ടിംഗ് ഫ്ലൂയിഡിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ ആയിട്ട് പറയാൻ സാധിക്കും. അതേപോലെ ലൂബ്രിക്കേഷൻ, ഈ കട്ടിംഗ് ഫ്ലൂയിഡും വർക്ക് പീസും തമ്മിലുള്ള ഫ്രിക്ഷൻ ഏറ്റവും രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലൂബ്രിക്കേറ്റർ ആയിട്ട് കൊണ്ടും ഈ ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലഷിങ്, നമുക്ക് ഉണ്ടാവുന്ന ചിപ്പ്, നമുക്ക് മെഷീനിങ് ചെയ്യുമ്പോൾ വർക്ക് പീസിന്റെ മുകളിൽ ടൂളിന്റെ മുകളിൽ ചിപ്പ് വന്നു കഴിഞ്ഞിട്ട് മറ്റു രീതിയിലുള്ള ഡാമേജും മറ്റും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചിപ്പ് എല്ലാം റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അങ്ങനെ ചിപ്പ് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കട്ടിംഗ് ഫ്ലൂയിഡ് നമുക്ക് ഹെൽപ്ഫുൾ ആവാറുണ്ട്. നല്ല രീതിയിലുള്ള സർഫേസ് ഫിനിഷിങ് ഈ ചിപ്പ് റിമൂവ് ചെയ്യുന്നതിന് മൂലം നമുക്ക് നല്ല രീതിയിലുള്ള സർഫേസ് ഫിനിഷ് അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പുറമേയുള്ള ഓക്സിഡേഷന് റെസിസ്റ്റൻസ്, ഡസ്റ്റ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രിവെൻഷൻ, നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലും നമുക്ക് ഇവിടെ വർക്ക് പീസിന്റെ മുകളിലും ടൂളിന്റെ മുകളിലും ഈ കട്ടിംഗ് ഫ്ലൂയിഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മൂലം നമുക്ക് കട്ടിംഗ് ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ വർക്ക് പീസിന്റെ അല്ല
കട്ടിംഗ് ടൂളിന്റെ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ വളരെ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വളരെ രീതിയിലുള്ള ഫങ്ഷൻസ് കട്ടിംഗ് ഫ്ലൂയിഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ലൂബ്രിക്കേഷൻ കാര്യം, അതിൽ ഫ്രിക്ഷൻസ് കുറയ്ക്കുന്നുണ്ട്, അതിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് കളയുന്നുണ്ട്, അതിൽ വരുന്ന ചിപ്പിന് റിമൂവ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള സർഫസ് ഫിനിഷ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഭാഗമായിട്ട് റസ്റ്റും അതേപോലെ കൊറോഷനും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭാഗമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ടൂൾ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് NC-CNC മെഷീന്റെ കമ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ. പറഞ്ഞു NC മെഷീൻ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ആണ്. CNC പറഞ്ഞാൽ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ആണ്. ഈ NC മെഷീനിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള പഞ്ച് കാർഡ് ടാപ്പ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാം. നമ്മൾ ഒരു കാർഡിലൊക്കെ ഈ പറഞ്ഞ പോലെ ഏത് രീതിയിൽ ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ മെഷീന് മനസ്സിലാവുന്ന രീതിയിലുള്ള കോഡുകൾ എന്ത് ചെയ്യും, അതിൽ ടാപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ കോഡുള്ള ഡിസ്ക് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക NC മെഷീനിൽ കൊടുക്കുന്നത്. അങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ CNC മെഷീനിലേക്ക്, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി, ഒരു മിനി കമ്പ്യൂട്ടറും കൂടി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഓപ്പറേഷൻസ് എല്ലാം ഒരു കോഡഡ് പ്രോഗ്രാം ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈസി ഉള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് അതാണ് പറഞ്ഞത്. NC മെഷീനിൽ യാതൊരു രീതിയിലുള്ള പ്രോഗ്രാമിലും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല. അല്ലെങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റർലി ആ കോഡ് ചെയ്ത കാർഡ് അല്ലെങ്കിൽ ടാപ്പ് എന്ത് ചെയ്യണം, മാറ്റം വരുത്തേണ്ടി വരും. പക്ഷെ CNC മെഷീനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പറയേണ്ട ഓപ്പറേഷൻസ് മെഷീനെ എന്ത് ചെയ്യാൻ പറ്റും, കൺവേ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി മെമ്മറി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ NC മെഷീന്റെ മെമ്മറി കപ്പാസിറ്റി വളരെ കുറവാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ആയിരിക്കും അതിൽ വരിക. CNC മെഷീനിലേക്ക് വരുമ്പോൾ മെമ്മറി കപ്പാസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. ഇനി ആക്യുറസിന്റെ കേസിലും ഫ്ലെക്സിബിലിറ്റിന്റെ കേസിലായിരിക്കും NC മെഷീൻ കുറവായിരിക്കും. നമുക്ക് അറിയാൻ പറ്റും, കാരണം അത്രയും രീതിയിൽ ഫ്ലെക്സിബിൾ അല്ല. നമുക്ക് എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പോലും വളരെ രീതിയിൽ ബുദ്ധിമുട്ടുകൾ NC മെഷീനിൽ വരുന്നുണ്ട്. പക്ഷെ CNC മെഷീനിലേക്ക് വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള അക്യുറേറ്റി, അതേപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള പ്രൊഡക്റ്റും നമുക്ക് റിപ്പീറ്റബിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ CNC മെഷീനിൽ നമുക്ക് സാധിക്കും. കോസ്റ്റിന്റെ കേസിൽ നല്ല രീതിയിലുള്ള കോസ്റ്റ് കുറവ്, ലോ ഇനീഷ്യൽ കോസ്റ്റ് ആണ് NC മെഷീനിൽ വരുന്നത്. പക്ഷെ CNC മെഷീൻ കമ്പ്യൂട്ടറും കൂടി അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള കോസ്റ്റ്, ഹൈ കോസ്റ്റ് ആണ് CNC മെഷീന്റെ കേസിൽ വരുന്നത്. മെയിൻ്റെനൻസ് ആണെങ്കിലും NC മെഷീൻ ബേസിക് ലോജിക് ആണ്, നമുക്ക് അറിയാൻ പറ്റും. മെയിൻ്റെനൻസ് എന്തായിരിക്കും, NC മെഷീനിൽ കുറവായിരിക്കും, CNC മെഷീനിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ ഡാറ്റ കൊണ്ട് സ്ലോവർ ഓപ്പറേഷൻസ് ആയിരിക്കും NC മെഷീനിൽ വരിക. പക്ഷെ CNC മെഷീനിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെഷീനിങ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ NC മെഷീനിൽ ചെയ്തെടുക്കുക. പക്ഷെ CNC മെഷീനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏത് രീതിയിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസും മൾട്ടി ആക്സിസ് മെഷീനിങ്ങും മൾട്ടി ഓപ്പറേഷൻസും നമുക്ക് CNC മെഷീനിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ് NC-CNC മെഷീന്റെ ഒരു കമ്പാരിസേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. വ്യത്യസ്ത കൊല്ലങ്ങളിലായിട്ട് റിപ്പീറ്റ് ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ CNC-NC മെഷീന്റെ കമ്പയർ ചെയ്യേണ്ട ഒരു ടേബിൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കണം. ഇനി നാലാമത്തെ മൊഡ്യൂളിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ഭാഗങ്ങളല്ല, ഈ പറഞ്ഞ ഭാഗങ്ങൾ തന്നെ ഒന്ന് ഒരു അറേഞ്ച് ചെയ്തിട്ട് പറഞ്ഞതാണ്. ഫസ്റ്റ് NC മെഷീന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു പോയിട്ടില്ല. പക്ഷെ NC മെഷീന്റെ നമ്മൾ അതിന്റെ ഡ്രോയിങ് കൊടുക്കുന്ന അതിന്റെ ഓർഡർ അനുസരിച്ച്, അതിൽ കൊടുക്കുന്ന ഡ്രൈവ് അനുസരിച്ച് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, NC മെഷീനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു NC മെഷീന്റെ ക്ലാസിഫിക്കേഷന് NC മെഷീന്റെ മെഷീൻ എലമെന്റിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം വരച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട രീതി ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പിന്നെ NC-CNC മെഷീന്റെ കമ്പാരിസേഷൻ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കട്ടിംഗ് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി, ലൂബ്രിക്കേഷന്റെ പ്രോപ്പർട്ടി, ഈ കാര്യങ്ങളും അതിന് നല്ലൊരു കട്ടിംഗ് ഫ്ലൂയിഡും നല്ലൊരു ലൂബ്രിക്കേഷൻസും സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളും കൂടി നാലാമത്തെ മൊഡ്യൂളിൽ മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു മെഷീൻ ടൂൾസിന്റെ 4 മൊഡ്യൂളിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഡ്രോയിങ് വൃത്തിയായിട്ടും അതേപോലെ എക്സ്പ്ലനേഷൻ വളരെ ക്ലീൻ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ പോയിന്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ എനിക്ക് 5-ാം തീയതി നടക്കുന്ന മെഷീൻ ടൂളിന്റെ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.